ആർട്ട് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാവുന്ന ചെറിയൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഐറ്റമാണ്. എന്താണെന്ന് അറിയണ്ടേ, ഒരു ഫോൾഡബിൾ മൊബൈൽ ഹോൾഡർ. അതായത് നമുക്ക് വേണ്ട നമ്മുടെ പോക്കറ്റിലൊക്കെ ഇനി വെച്ചുകൊണ്ട് നടക്കാം. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം, നമ്മുടെ ബുക്കിനകത്ത് വെക്കാം, ബാഗിനകത്ത് വെക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫോൾഡബിൾ മൊബൈൽ ഹോൾഡർ. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാൽ സൂപ്പർമാൻ്റെ സിമ്പിൾ പോലെയൊക്കെ ഇരിക്കും, പക്ഷേ തുറക്കുന്ന പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. കണ്ടില്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കണ്ടേ? നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു A4 സൈസ് പേപ്പറാണ്. പക്ഷേ നമുക്ക് ഈ സൈസിനല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, സ്ക്വയർ ഷേപ്പിനാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് സ്ക്വയർ ഉണ്ടാക്കാം. ഇതും വെച്ച് traveling mountains just to find the loudest seas. We set down by the fire, knowing we couldn't hide, but we didn't know. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് പേപ്പർ വന്നിട്ടുണ്ട്, മനസ്സിലായി? ഇനി നമുക്ക് ജസ്റ്റ് ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഹൊറിസോണ്ടലിയാണ് മടക്കുന്നത്. എങ്ങനെയാലും കുഴപ്പമില്ല, രണ്ടായിട്ട് മടക്കിയാൽ മതി. നമ്മൾ ഈ എഡ്ജസ് ഒക്കെ കറക്റ്റായിട്ട് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഒടുവിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിന് അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോവും. എഡ്ജസ് എല്ലാം കറക്റ്റായിരിക്കണം, കോർണർ പ്രത്യേകിച്ച്. അതുപോലെ മടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കി വേണം നമ്മളത് മടക്കാൻ. ഇപ്പം കണ്ടില്ലേ, നമുക്ക് ആ സ്ക്വയർ ഷേപ്പ് കറക്റ്റ് 2 ഈക്വൽ പാർട്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഭാഗം, ഇതിൻ്റെ ഒരു ഈക്വൽ പാർട്ട് നമുക്ക് വീണ്ടും രണ്ടായിട്ട് മടക്കാം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ സൈഡ്. നിങ്ങൾ ഈ ലൈനൊക്കെ കറക്റ്റ് നോക്കി വെച്ച് വേണം, ഈ ലൈനിൽ നമ്മൾ കറക്റ്റ് വെച്ച് വേണം മടക്കാൻ, എന്നാലേ നമുക്ക് കറക്റ്റ് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം കണ്ടില്ലേ, ഏകദേശം 4 ഈക്വൽ പാർട്സ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ അങ്ങ് മടക്കുക. ലൈൻ വെച്ചാൽ എന്തോ ചെറിയൊരു തിരിമറി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ അങ്ങനെ വന്നത്. ഓക്കെ, ഇച്ചും കൂടെ ഞാനൊന്ന് സെറ്റാക്കാം. കൈയുടെ നഖം വെച്ച് കറക്റ്റായിട്ടൊന്ന് സ്പേസ് ചെയ്തെടുത്താണല്ലോ. ഓക്കെ, ഇത് കണ്ടില്ലേ, നമുക്കൊരു ഡോറ് പോലത്തെ സാധനം കിട്ടി. ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങനെ നടുവെ വെർട്ടിക്കലി നമുക്ക് മണ്ടക്കോട്ട് മടക്കാം. അത് നമ്മളെ കറക്റ്റ് കോണാസ്, ആ അറ്റവും മൂലമൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഉണ്ടാക്കി വരിക്കുന്ന സ്റ്റെബിലിറ്റിയെ ബാധിക്കും ഇതെല്ലാം, നമ്മുടെ സ്റ്റാൻഡിൻ്റെ. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടി അല്ലേ? ഇനി നമുക്ക് ഫുള്ള് നമ്മുടെ പണിയുള്ളത് ഈ 2 ഭാഗത്താണ്. ഈ ഭാഗത്തുമാണ് നമ്മുടെ പണികൾ ഇനിയുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഈ ഭാഗം എടുക്കുക, ഈ ഭാഗം, എന്നിട്ട് അതിൻ്റെ ഒരറ്റം കണ്ട് ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വീണ്ടും മടക്കുക. ഇവിടെ അറ്റങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അറ്റങ്ങളെല്ലാം കറക്റ്റ് ശ്രദ്ധിക്കുക. ഒരു എക്സ് ഉണ്ടാക്കി എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എക്സിൻ്റെ ഒരു ഭാഗമായി. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടെ മടക്കിയാൽ നമുക്ക് കറക്റ്റ് ഒരു ഫുൾ എക്സ് നമുക്ക് കിട്ടും. അറ്റങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണേ. ഓക്കെ, ഈ സൈഡ് 2 സെറ്റാക്കി. ഇപ്പം കണ്ടില്ലേ, ഒരു ഫ്ലാപ്പ് പോലെ 2 സാധനങ്ങൾ വന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഈ സൈഡ് ചെയ്യണം.
ഓക്കെ, സിമ്പിൾ. ഈ സൈഡ് നമുക്ക് 2 ഫ്ലാപ്സായി, ഈ സൈഡിൽ നമുക്ക് 2 ഫ്ലാപ്സായി. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഒരു എക്സ് കിട്ടി, ഈ സൈഡിലൊരു എക്സ്, അത് കാരണം നടുക്ക് ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടി. അടുത്ത ഫോൾഡിങ്സ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതാണ്, അത് നിങ്ങളത് കണ്ട് ശരിക്കും നോക്കി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ, ഇനി നമുക്കിത് അകത്തേക്ക് ദണ്ടിങ്ങനെ മടക്കാം. ദണ്ടിങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ വരും, കണ്ടില്ലേ ദണ്ടിത്. ഓക്കെ, ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കണ്ടില്ല, ഇത് നമുക്ക് അകത്തേക്ക് കൊടുക്കണം. ജസ്റ്റ് അകത്തോട്ട് ഒന്ന് തെള്ളിയാൽ മതി, അപ്പോഴത്തേക്കും ശരിയായിരിക്കും. അതിങ്ങനെ നമ്മുടെ മടക്കുകളൊക്കെ ഒന്ന് സെറ്റാക്കും. നമ്മൾ നല്ല ഒന്ന് നോക്കിയും കണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനൊരു ഷേപ്പ് നമുക്ക് കിട്ടിയില്ലേ, ഇങ്ങനൊരു ഷേപ്പ്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, ഇവിടെ ഒരു റെക്ടാങ്കിൾ ഷേപ്പ്, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കിനി ഈ ഒരു ഭാഗം ഒന്നും കൂടെ എടുത്ത് ഇവിടേക്ക് ഈ കറക്റ്റ് നടുക്കായിട്ട് വരണം, ഈ ഒരു നടുക്ക് പോർഷന് വരണം, ഇവിടേക്കൊന്ന് മടക്കി വെക്കുക. ഇവിടെ പേപ്പറിന് ഇച്ചിരി കട്ടി കൂടിയുള്ളതുകൊണ്ട് ഇത് ഇച്ചിരി പൊങ്ങിയാണ് ഇരിക്കുന്നത്, നല്ലപോലെ അത് മടക്കി എടുക്കണം നമുക്ക്. പിന്നെ ഫോൾഡ് ചെയ്തുകൊണ്ടാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, അതുകൊണ്ട് നല്ലപോലെ മടക്കി എടുക്കണം. ഓക്കെ, സെറ്റായി. ഇനി നമുക്ക് തുറക്കാം. തുറക്കുന്നുണ്ടാൽ നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ സ്ക്വയർ, അതിനകത്തൊരു ചെറിയ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോൾഡിങ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ അകത്തുള്ള സ്ക്വയർ നല്ലപോലെ അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മളൊന്ന് മടക്കി എടുത്തിട്ടുണ്ട് സൈഡ്സ്, രാവിലത്തെ സ്ക്വയറിൻ്റെ സൈഡ്സ്. ഇപ്പോൾ കണ്ടില്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഈ ഫോൾഡിങ്സ് ഒക്കെ. ഇനി നേരെ ഇത് നമുക്ക് തിരിക്കാം. ഓക്കെ ഓക്കെ, ഇനിയും ഉള്ളതും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക. ഇത് നമുക്കിനി ഇവിടുന്ന് ഒരു സൈഡ് ഓപ്പൺ ചെയ്യണം, ഏതെങ്കിലും ഒരു സൈഡ്. ഞാൻ ഈ സൈഡ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു സൈഡ്, അതായത് നമുക്ക് നടുക്ക് ഒരു പിരമിഡൽ ഷേപ്പ് കൊണ്ടുവരണം, ഒരു പിരമിഡ് പോലെ ഇങ്ങനെ നിൽക്കണം ഈ നടുക്ക്. ഓക്കെ, അതിന് വേണ്ടി ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഈ സൈഡ് തന്നെ ഇങ്ങനെ മടക്കും, ഇങ്ങനെ ഈ ഒരു ഫോൾഡ് ഇങ്ങനെ മടങ്ങും. അപ്പോൾ ഈ സൈഡ് നമ്മൾ ഇങ്ങനെ മടക്കണം, ഇത് രണ്ടും കൂടി ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒരു ഫോൾഡിൽ വന്ന് വീഴും. ഓക്കെ, ഇത്ര നോക്കിയാൽ മതി, ഇത്ര ഓർത്താൽ മതി. നടുക്കൊരു പിരമിഡൽ ഷേപ്പ് ഉണ്ടാക്കണം, അപ്പോൾ അങ്ങനത്തെ ഒരു ഫോൾഡിങ് ആയിരിക്കണം നമുക്ക് വേണ്ടിയത്. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ ഭാഗമില്ലേ, ഈ ഭാഗം അതിനോട് ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കണം. അത് ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ഉണ്ട് അത്തേൽ, അത് വെച്ച് അങ്ങ് ഒന്ന് ചേർത്തങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ഒരു ഭാഗം സെറ്റായി. അപ്പം ഇങ്ങനെ വരണം നമുക്ക് നടുക്കൊരു ഫോൾഡിങ്. ഈ പിരമിഡൽ ഷേപ്പ് കറക്റ്റ് വരണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ,
ഇനി നമ്മുടെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഒരു ഭാഗം തുറന്നിട്ട് ഇത് അകത്തേക്ക് ഇങ്ങനെ മടക്കുക. ഇത് അകത്തേക്ക് ഇതുകൊണ്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഫോൾഡിങ് ഇതിനകത്തേക്ക് കയറ്റുക. നിങ്ങൾ കാണിക്കാം. ഈ ഒരു ഭാഗം ഇങ്ങനെ അകത്തേക്ക് കയറ്റുക. എന്നിട്ട് ഈ ഫോൾഡിങ് ഇതുപോലെ മറ്റും അവിടെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര നമ്മുടെ മൊബൈലൊന്ന് വെച്ച് നോക്കാം എങ്ങനെ ഇരിപ്പുണ്ടെന്ന്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ചെറിയ ഡിസൈനാണത്, അത് നിങ്ങൾ നോക്കണ്ട. നമ്മുടെ സ്റ്റാൻഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കണ്ടാൽ. ഇനിയിപ്പം അല്ലാതെ വെച്ച് നോക്കിയാലും കുഴപ്പമില്ല, ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഈ മൊബൈൽ സ്റ്റാൻഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകാം. അതായത് ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് നമ്മുടെ പോക്കറ്റിലോ ബാഗിലോ ഒക്കെ നമുക്കിത് വെക്കാം. അപ്പം നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യുവാണെങ്കിലും ഒക്കെ നല്ല ഉപയോഗപ്രദമായിരിക്കും ഇത്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് എടുത്തിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇത് ഫോൾഡിങ്ങിലാണ്. എന്നിട്ട് ഈ നടുഭാഗമല്ലേ, നടുഭാഗം അകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അതാണ് ഇങ്ങനെ മടക്കി ഇടണ നമ്മുടെ സൂപ്പർമാൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. നമ്മുടെ പോക്കറ്റിലെടുത്ത് എവിടെയെങ്കിലും വെച്ച്. ഇനി തുറക്കണമെങ്കിൽ സിമ്പിൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മടക്കി അതേ ഭാഗത്തൂടെ തന്നെ വീണ്ടും തുറക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുന്നതാണെങ്കിൽ കുറച്ച് നല്ലത്. ഇപ്പോൾ A4 വെച്ച് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇപ്പം വലിയ ഫോണൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണൊക്കെ നല്ല സ്ക്രീൻ സൈസ് കൂടിയതാണല്ലോ. അപ്പം വലിയ ഫോണൊക്കെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി കട്ടിയുള്ള പേപ്പറിൽ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മൊബൈൽ ഹോൾഡർ നമുക്ക് വളരെ പ്രയോജനമാണ്. നമുക്ക് എവിടെ വല്ലതും കൊണ്ടുപോകാം. നമുക്ക് ക്യാരി ചെയ്യുന്ന ബാഗിലോ പുസ്തകത്തിലോ ഈവൻ പോക്കറ്റ് വരെ നമുക്കിത് വെച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒരു ഷീറ്റ് പേപ്പർ കൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കണും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം ഒരു വ്യത്യസ്ത വീഡിയോ കൊണ്ട് കണ്ടുമുട്ടാം. അതുവരെ ക്യാമറമാൻ ജോലിനോടൊപ്പം ദിസ് ഈസ് ഏബൻ സൈനിങ് ഓഫ്.